നല്ല ആളാ. ഞാൻ തവിടും വാങ്ങിച്ച കമ്പനി കാത്തിരിക്കുകയായിരുന്നു. ഇഷ്ടനെ കാണാനുണ്ടോ? എവിടെ കറങ്ങാൻ പോയത്? എങ്കിൽ രാവിലെ ഒന്ന് പറയാറുന്നില്ലേ? ദേ പതുക്കെ പോ, എനിക്കൊപ്പം നടക്കാൻ വയ്യ. ഇങ്ങോട്ട് ഇരുന്നോ, ടക്ന്ന് വീട്ടിലെത്തിച്ചേക്കാം. അയ്യേ മോശം, വല്ലവരും കാണും. നമ്മളെ ഇപ്പൊ കൊച്ചു കുട്ടികളൊന്നും അല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ എങ്ങും ആരുമില്ല, ഇങ്ങോട്ട് ഇരുന്നോ. വേണ്ടപ്പോ, ആരെങ്കിലും കാണും. ഇവിടെ എങ്ങും ആരുമില്ല, ഇങ്ങോട്ട് ഇരുന്നേ. വേണ്ടപ്പോ, ഇങ്ങോട്ട് ഇരിക്കാൻ. അങ്ങോട്ട് ഇങ്ങോട്ടിരുന്നേ, ഇരിക്കാൻ. അതൊക്കെ അപ്പൊ അവിടെ പിടിച്ചോ പിടിച്ചോ. അയ്യോ ഞാൻ മറക്കിടും. എന്താ കൈമാറ്റ് കൈമാറ്റ്. അല്ല ഇപ്പൊ തലമുട്ട് കൈമാറ്റ്. തങ്കേ, ആ തൂത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു വെച്ചു, ദാ വരുന്നു. തങ്കേ, എനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ കൊച്ചു കുട്ടികളില്ല. ഇതൊക്കെ അപകടമാ. ഇമാതിരി കളിയൊന്നും വേണ്ട കേട്ടോ. തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. നീ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പുവിനാണേ വിവരമില്ല. നീയോ ഒഴിഞ്ഞു മാറേണ്ടത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചേച്ചി. ചോറ് തിരിച്ചങ്ങോട്ട് കൊടുത്തു. അപ്പൊ അപ്പൊന്നെ വിശക്കത്തില്ലയോ? എടുത്തിട്ട് പോടാ. അപ്പൊന്നെ പോടാ. നന്നായി. എന്താ മോനെ ഇത്രയും വൈകിയത്? ഉച്ചയ്ക്ക് ചോറ് തിരിച്ചു കൊടുത്തേച്ചെന്തിന്? എനിക്ക് വിശപ്പൊന്നുമില്ല. ആ, നിനക്ക് അസുഖമുണ്ടോ? അവൻ കൊണ്ടുവന്ന് തന്നെ മണി 2:30 കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഉണ്ണാ? ഞാൻ നേരത്തെ കൊടുത്തയച്ചല്ലോ. ആഹാ, എന്നാ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. അവൻ വഴിക്കുമല്ല കുട്ടിയും കോലും കളിക്കാൻ പോയി കാണും. തങ്ക എവിടെ പോരും? അവക്കൊരു പ്രയാസം പോലെ. തങ്കയ്ക്ക് വിളി, ഞാൻ ചോദിക്കാം എന്താ പ്രയാസം. എന്തിനാ ചേച്ചി ഈ ഒളിച്ചുകളിലേക്ക്? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവൾക്ക് പ്രായമൊക്കെ ആയില്ലേ മോനെ. നാട്ടുകാർ വല്ലതും പറഞ്ഞു തുടങ്ങിയാൽ തുടങ്ങി കഴിഞ്ഞു. അപ്പോ നീ ഒരു കാര്യം ചെയ്താൽ മതി. ഉച്ചയ്ക്ക് കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് നയിക്കണം. അവിടെ ആളില്ല.
ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാളെ തൊട്ട് എനിക്ക് ചോറ് കൊടുത്തിറങ്ങണ്ട, കഴിഞ്ഞല്ലോ. ദേഷ്യപ്പെടാതപ്പോ, നാട്ടുമര്യാദ. നിങ്ങളുടെയൊക്കെ മര്യാദ നടക്കട്ടെ. മര്യാദ കേട്ടോ ഞാനല്ലേ ഉള്ളൂ. അപ്പോ എന്താ തങ്ക വീണ്ടും വന്നേ? പല സാധനങ്ങളും വാങ്ങിക്കാൻ മറന്നു. അരക്കിലോ മുതിര. മുതിര നേരത്തെ വാങ്ങിയല്ലോ. അല്ല, പയറ്. അങ്ങനെ ഓർമ്മയോട് കൂടെ പറയൂ തങ്കേ. തങ്കേ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ കരുതിക്കുട്ടി എന്നെ അവമാനിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? വീട്ടിൽ നിന്ന് എന്റെ വെട്ടത്ത് വരത്തില്ല, വെളിയിൽ ഇങ്ങനെയും. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നിനക്ക് എന്നോട് വിരോധമാണെങ്കിൽ അത് നേരിട്ടാണ് പറഞ്ഞൂടെ? നമ്മുടെ ബന്ധം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പെടുന്ന പാട് അപ്പൂനറിയില്ല. അപ്പൂന്റെ അമ്മ എന്റെ അമ്മയാ. രുക്മിണി ചേച്ചി എന്റെയും ചേച്ചിയാ. അവരുടെ സങ്കടം എന്റെ കൂടെ സങ്കടമാ. അവർക്കാർക്കും സങ്കടമൊന്നുമില്ല. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുവോന്ന അവരുടെ പേടി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുക. പിന്നെ വല്ലവരും വലുതൊക്കെ പറഞ്ഞു തന്നിരിക്കും. പറയുന്നവര് പറയട്ടെ. ദേ, നമ്മൾ എന്നാലും ഒന്നിച്ചു കഴിയേണ്ടവർ. അപ്പു, നിനക്കെന്താ എത്ര സംശയം? നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറയത്തോടത്തോളം കാലം ഞാൻ തീരുമാനിച്ചു നടക്കും. നീ ഒന്നും പേടിക്കണ്ട. പിന്നെ ഒന്നേ ഉള്ളൂ, കുറെ കാലം നമുക്ക് ഒതുങ്ങിക്കൂടാം. അമ്മയുടെയും ചേച്ചിയുടെയും മുമ്പിൽ ഇത്തിരി അഭിനയിക്കണം. മനസ്സിലായോ? ഇങ്ങനെ നോക്ക്, ചിരിക്ക് ചിരിക്ക്. ഇപ്പൊ നമ്മൾ പഴയ കൂട്ടുകാർ അല്ലേ?